എല്ലാവർക്കും നമസ്കാരം. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും കേരള ടീമിന്റെ സ്വാഗതം പറയാണ്. ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ജഗള എന്ന് പറഞ്ഞ പടത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സിനിമ എന്റെ രണ്ടാമത്തെ സിനിമയാണ്. എന്റെ ആദ്യ സിനിമ ഇവിടെ പറഞ്ഞ പോലെ ലവ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ആ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമ ഞാൻ ഒരുക്കിയിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി ഒരു സീരിയസ് അപ്രോച്ചാണ് ഈ സിനിമ. നിങ്ങൾക്കറിയാം, ഇതിന്റെ ഒരു പശ്ചാത്തലം മലബാർ കലാപമാണ്. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ജഗള. ഈ സിനിമ സാധാരണ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റിയ ഒരു സിനിമ അല്ല. നിങ്ങൾക്കറിയാം, ഒരു പീരീഡ് സബ്ജക്റ്റ് ആണ്. 100 വർഷത്തെ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ഈ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. അതിനനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻ കണ്ടെത്തുക, അതിനനുയോജ്യമായിട്ടുള്ള താരങ്ങളെ കണ്ടെത്തുക, അങ്ങനെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ വലിയൊരു എഫേർട്ട് ഈ സിനിമയ്ക്ക് പുറകിലുണ്ട്. ഈ സിനിമ സംഭവിക്കാൻ, അല്ലെങ്കിൽ ഒരു സിനിമ നമ്മൾ ഡയറക്റ്റ് ഉദ്ദേശിക്കുന്ന പോലെ അത് പ്രേക്ഷകരിലേക്ക് എത്താൻ അതിന് നല്ലൊരു പ്രൊഡക്ഷൻ വേണം. നല്ലൊരു പ്രൊഡക്ഷൻ ആ സിനിമ ഏറ്റെടുക്കുമ്പോഴാണ് ഒരു സിനിമ സംഭവിക്കുക. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം, അല്ലെങ്കിൽ ഈ സിനിമ ഞാൻ ഉദ്ദേശിച്ച പോലെ ഈ സിനിമ മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് ഈ കളരിക്കൽ ഫിലിംസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ്. കാരണം അതിന്റെ പുറകിൽ 3 പ്രൊഡ്യൂസേഴ്സ് ആണ്. മനോജ് പണിക്കർ, സജിത്ത് പണിക്കർ, വിദേശ് പണിക്കർ. ഇവര് കസിൻസ് ആണ്. അപ്പൊ നമ്മളൊരു ഈ സിനിമയെ കുറിച്ച് ആദ്യ ചർച്ചയിൽ തന്നെ ഈ സിനിമയുടെ ഒരു ഗൗരവം, ഈ സിനിമ പറയുന്ന പ്രമേയം, ഇതെല്ലാം അവർ ഉൾക്കൊള്ളി ഈ സബ്ജക്റ്റിലും ഒരു ഡയറക്ടർ എന്ന രീതിയിൽ എന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്തിലാണ് അവർ ഈ സിനിമ നിർമ്മിക്കാൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സാധാരണ മലബാർ കലാപം എന്ന് പറയുമ്പോൾ അതൊരു വലിയ ടെസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയാണെന്നുള്ളത് സാധാരണ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യും. എന്തായിരിക്കും ആ ഒരു സിനിമയുടെ സ്വഭാവം എന്നുള്ളത്. പക്ഷെ ഈ സിനിമ ചർച്ച ചെയ്യുന്നത് മലബാർ കലാപവും അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളല്ല. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ആ കാലഘട്ടത്തിൽ നടന്ന ഒരു ദരിദ്രനായിട്ടുള്ള യുവാവിന്റെ മാനസിക സംഘർഷങ്ങളും പ്രണയവും ഒക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അതിൽ കുഞ്ഞാത്തു എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറായിട്ട് മെറീന മൈക്കിൾ അഭിനയിച്ചിട്ടുള്ളത്. ചെഗു എന്ന ടൈറ്റിൽ റോളിലെ മുരളീറാമാണ്. അദ്ദേഹം പുതിയ ആളാണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത, ഈ സിനിമയ്ക്ക് പുറകിൽ ഒരുപാട് പുതിയ ആളുകളെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് നാടകരംഗത്തു നിന്നുള്ള ഈ സിനിമയില് ഒരുപാട് പുതിയ ആളുകളെ ഈ സിനിമയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നാടകരംഗത്ത് നിന്നുള്ള ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകളും നാടകരംഗത്ത് നിന്നുള്ള ആളുകളാണ്. അതുപോലെ സന്തോഷ്